ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, ഗൗതം വാസുദേവ മേനോൻ, പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനി, സ്റ്റാറിങ് മമ്മൂട്ടി, ഗോകുൽ സുരേഷ്. പണ്ടൊക്കെ സിനിമയിലെ നടന്മാരെ ബേസ് ചെയ്ത് ആൾക്കാർ പോയി തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. പിന്നെ സംവിധായകരായി, പിന്നെ അതുപോലെ പ്രൊഡക്ഷൻ ഹൗസുകൾ വന്നു തുടങ്ങി. മമ്മൂട്ടി കമ്പനി, ഭാവന സ്റ്റുഡിയോസ്, ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു ക്വാളിറ്റി മീറ്റ് ചെയ്യും. ഹോംബാലെ എന്നൊക്കെ ഒരു പ്രതീക്ഷയിൽ സിനിമകൾ കാണാൻ പോകുന്ന ഒരു അവസരത്തിലോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സുഷിൻ ശ്യാമാണ് മ്യൂസിക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ, ഇങ്ങനെയുള്ള പ്രതീക്ഷകളാണ്. അപ്പം മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമ എന്ന് പറയുമ്പം അതിലൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമയെ അപ്രോച്ച് ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നീരജ് രാജൻ്റെ സ്റ്റോറിയിൽ ഗൗതം വാസുദേവ മേനോൻ കൂടി ചേർന്നാണ് സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. ഡയലോഗും അതൊക്കെ കുഴപ്പമില്ല. നമ്മളെ ഒരു തമിഴ് ഡയറക്ടർ വന്നിട്ട് മലയാളം ചെയ്യുമ്പം ചിലപ്പം നമുക്ക് ഈ ഒരു പ്രശ്നം, കൾച്ചറിൻ്റെ വ്യത്യാസങ്ങൾ പലപ്പോഴും ഫീൽ ചെയ്യും. ഇപ്പം ഒരു തെലുങ്ക് നടൻ വന്ന് തെലുങ്ക് സംവിധാനം വന്നിട്ട് തമിഴ് സിനിമ എടുക്കുമ്പോഴേക്കുള്ള ഒരു പ്രശ്നങ്ങൾ തോന്നില്ല. പെരിച്ചാഴിയിലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും തോന്നിയിട്ടില്ല. കംപ്ലീറ്റ്ലി ഒരു മലയാള സിനിമ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ പോലെ തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. സിനിമ നമ്മുടെ സായി ശ്രീനിവാസ ആത്രയെ പോലത്തെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ് മമ്മൂക്കയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഗോകുൽ സുരേഷ് ഉണ്ട്. നല്ല രസകരമായിട്ട് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതിൽ മമ്മൂക്കയുടെ ടൈമിങ്, ഇപ്പം വയസ്സായി കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുമെന്ന് പലരും പറയാറുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഇയാൾക്ക് മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു സാധനമില്ല. എന്ത് രസമായിട്ടുള്ള ഓരോ എക്സ്പ്രഷൻ ചേഞ്ചസും കോമഡി വർക്കൗട്ട് ആക്കുന്നത്. എസ്പെഷ്യലി ഒരു ചെറിയ സാധനമാണ്. ഒരു മട്ടൻ കാണുമ്പോഴുള്ള എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് നമ്മുടെ ചിന്തകൾ ഡൈവേർട്ടായിട്ട് അതിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഓവറാൾ ഗംഭീര പ്രകടനമായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. ഭയങ്കര പൊട്ടിച്ചിരിക്കുന്നതൊന്നുമല്ല, അത്യാവശ്യം നൈസായിട്ട് ഈ സിറ്റുവേഷൻ കോമഡികളിലൂടെ നന്നായിട്ട് രണ്ടുപേരും ക്യാരി ചെയ്ത് പണം പോകുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ സിദ്ദിഖ് വരുന്ന സീനൊക്കെ ഗംഭീരമായിരുന്നു. അങ്ങനെ പോയിട്ട് ഈ പറയുന്ന ഒരു പേഴ്സിൻ്റെ വിഷയം വരുന്നു. പേഴ്സിൻ്റെ വിഷയത്തിൽ തുടങ്ങി ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ പടം പോവുകയാണ്. പേഴ്സിന് പിന്നെ വലിയ കാര്യമായിട്ട് റെലവൻസ് ഒന്നുമില്ല. പേഴ്സിൻ്റെ ഓണറിനെ കിട്ടിക്കഴിഞ്ഞിട്ട് പേഴ്സിനെ ഞാൻ കളയുകയാണ്. ബാക്കി പിന്നെ ഓണറിൻ്റെ പരിപാടിയാണ്. അങ്ങനെ പോയി കഥ പിന്നീട് മൂന്നാറിലോട്ട് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഗൗതം വാസുദേവ മേനോനിൽ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ്. നല്ല രീതിയിൽ പോകുന്ന ഒരു പടത്തിൽ എന്തെങ്കിലും സ്ത്രീകഥാപാത്രത്തിന് വന്നിട്ട് പിന്നെ കുറച്ച് നേരം ഒരു ചെറിയ ഒരു സെമി റൊമാൻറ്റിക് ട്രാക്ക് പോലത്തെ ഒരു സാധനം അങ്ങ് പോകും. ഇതിലും പോകണുണ്ട്. പക്ഷേ ആ ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വലിഞ്ഞു പോയതുപോലെ അതുകൊണ്ട് പിന്നെ അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് നല്ല സ്ലോ ആയിട്ട് ഫീൽ ചെയ്ത്. സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്തും ഇതിങ്ങനെ സ്ലോയിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. കുറേ സീനുകൾ വരുന്നുണ്ട്, കുറേ ഹാപ്പനിങ്സ് വരുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ഞാൻ ഇതിങ്ങനെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതുപോലത്തെ ഒരു സിനിമ, ഒരു OTTയിൽ ഡയറക്റ്റ് വന്ന ഒരു സിനിമ, OTT ഡയറക്റ്റ് റിലീസായെന്നാണ് എൻ്റെ പേര്, ഞാൻ സിനിമയുടെ പേര് പറയുന്നില്ല, ഒരു തമിഴ് സിനിമയാണ്. ആ പടത്തിലുള്ള സാധനം ആണോ എന്നൊരിക്കലും ഡൗട്ട് തോന്നി. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം അത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ളത്. പക്ഷേ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റും സംഭവം, ഒരു ഹൈ മൊമെൻറ്റ് വരുമ്പോൾ ഒരു ഗൂസ് ബംസും അത് ഗംഭീരമായിട്ടുള്ളൊരു ഫീല് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഈ സിനിമ കണ്ട് ഇത് തന്നെയാണെന്ന് എനിക്ക് നേരത്തെ അങ്ങ് മനസ്സിലായി. ഇതിലോട്ടാണ് പോകണമെന്നുള്ളത്. അതിൽ തന്നെ കുറേ കഥാപാത്രങ്ങളെ ഫോഴ്സ്ഡായിട്ട് കയറ്റി നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, ഇത് മനഃപൂർവ്വം നമ്മളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ആ കഥാപാത്രങ്ങളിലേക്ക് ഫോക്കസ് മാറുന്നതിനെക്കുറിച്ചുള്ള ഒരു തിരക്കത്തേറെ സമയത്തൊക്കെ അവിടെയൊക്കെ കുറച്ചൊക്കെ ഒരു ലോജിക്കിൻ്റെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്ത് അത് മാത്രമല്ല വേറെ കുറേ സാധനങ്ങൾ, ഇതുപോലെ കുഞ്ഞു കാര്യങ്ങൾ, ഒരു വീഡിയോ കാണണമെങ്കിൽ വീഡിയോയിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടും. വീഡിയോ എപ്പോഴാണ് ടേക്കൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതൊന്നും നോക്കാതെ ഫേസ്ബുക്ക് വഴി വേറെ രീതിയിൽ കണ്ടുപിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ നെഗറ്റീവ് ഒന്നുമല്ല, കുഞ്ഞു കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് ഓവറാൾ ഈ പടം തുടക്കം ഫസ്റ്റ് ഹാഫിൽ ഒരു 3/4 മണിക്കൂറോളം നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ, മെയിനായിട്ട് മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത് ഈ രാക്ഷസ നടനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോമഡികൾ, കുറേ സിനിമയിലായിട്ട് അങ്ങനെ കോമഡി അധികം മമ്മൂക്ക ചെയ്യുന്നില്ല. കുറേ ദിവസമായി ഇതിൽ നല്ല സ്വാഭാവികമായിട്ട് ആ ടൈമിങ്ങിൽ അദ്ദേഹം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഭയങ്കര രസമല്ലേ. അങ്ങനെ പോയി ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് സിനിമ ഡ്രാഗ് ആയതുപോലെയും അവസാനം ഈ ഓൾറെഡി ഇത് പ്രഡിക്റ്റ് ചെയ്തിരുന്നത് കൊണ്ട് എനിക്കൊരു ഹൈ മൊമെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആ സിനിമ എസ്പെഷ്യലി കാണാത്തവർക്കൊക്കെ ലാസ്റ്റ് സമയത്ത് ഒരു സാധനം വരുമ്പോഴേക്കും ഇത് പൊളി, അല്ലെങ്കിൽ ആ ട്വിസ്റ്റ് മനസ്സിലാകാതെ അവിടെ എത്തുമ്പം ഒരു ഷിഫ്റ്റ് വരുമ്പം നിങ്ങൾക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാം എന്നാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയത്. ഗോകുൽ സുരേഷിൻ്റെ ആയിട്ടുള്ള ഭയങ്കര കോമഡിയൊന്നുമില്ല, കുറച്ചുകൂടി ഞാൻ എക്സ്പെക്ട് ചെയ്തു. എന്നിട്ട് നൈസ് ക്യാരക്ടറായിരുന്നു, ത്രൂ ഔട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കുറേ സീനുകൾ അനാവശ്യമായിട്ട് ചേർത്ത് വെച്ചതുപോലെ എനിക്ക് തോന്നി. പിന്നെ സുഷ്മിത ഭട്ട് എന്നൊരു നടിയുണ്ട്, ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല പോസിറ്റിവിറ്റി ആയിരുന്നു അവരെ കാണാൻ. പിന്നെ വിജി വെങ്കടേഷ്, വിനീതൊക്കെ നല്ല പ്രായമായതുപോലെ തോന്നുന്നു. ഇനി മുമ്പത്തെ സിനിമയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് നല്ലൊരു വയസ്സായ ഒരാൾ വന്നിട്ട് അഭിനയിക്കും പോലെ ഒക്കെ ഉള്ളൊരു ഫീലായിരുന്നു വിനീതിനുണ്ടായിരുന്നത്. വിജയ് ബാബു, ലെന, ഇവരൊക്കെ ക്യാമിയോ പോലെയാണ് ലെന. പിന്നെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, വാഴയിലെ നടി, ഒരു നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്.
സിദ്ദിഖുണ്ട്, സിദ്ദിഖിൻ്റെ അത്രയും സീന് അടിപൊളിയായിരുന്നു. ഷൈൻ ടോം, ഇവരൊക്കെ ചെറിയ റോളുകളാണ്. ഷൈൻ ടോം, അർജുൻ നന്ദകുമാർ, ദിനേശ് പ്രഭാകർ, സുരേഷ് കൃഷ്ണയൊക്കെ ഒരു മിന്നായ പോലെ കാണിച്ചുള്ളൂ, രഘുനാഥ് പലേരി, വീണ നായർ, ഇവരൊക്കെ ചെറിയ ചെറിയ റോളിലുണ്ട്. മെയിനായിട്ട് മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയും മമ്മൂക്കയെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡാർബുക്ക ശിവയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗൗതം വാസുദേവൻ്റെ സിനിമ മ്യൂസിക് ഡയറക്ടറാണ്. ചിലയിടത്തൊക്കെ ഒരു വെറൈറ്റി ഫീൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ DOP വിഷ്ണു ആർ ദേവ്, എഡിറ്റിംഗ് ആൻ്റണി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ആൾക്കാർ തന്നെയാണ്. അവർ ഒരു ഗൗതം വാസുദേവൻ സിനിമ എങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി, ഞാൻ പറഞ്ഞില്ല, ഈ ക്ലൈമാക്സ് ട്വിസ്റ്റ് എനിക്ക് നേരത്തെ അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ കാണുന്നതൊക്കെ ചുമ്മാ ചടങ്ങ് മാത്രമായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല നല്ല വലിച്ചിലും ഫീൽ ചെയ്ത്. മമ്മൂക്കയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്, കുറേ കോമഡികൾ വർക്കൗട്ട് ആയിട്ടുണ്ട്, ഫസ്റ്റ് ഹാഫ് ഒരളவுക്ക് നന്നായിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. മറ്റേ സിനിമ കാണാത്തവർക്കും ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാത്തവർക്കൊക്കെ ആ സമയത്തൊക്കെ ഒരു നല്ലൊരു ഒരു സാധനം ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി കുറേ എണ്ണം വന്ന് കമൻറ്റ് ഇടും, നിനക്ക് ഞാൻ ബറോഷ് മാത്രമല്ലേ ഇഷ്ടപ്പെടുള്ളൂ, ഈ മോഹൻലാൽ ഫാനായിട്ടല്ലേ മമ്മൂട്ടിയുടെ പടത്തിന് ഇങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുമ്പേ ഇറങ്ങിയ മമ്മൂട്ടിയുടെ എല്ലാ പടത്തിൻ്റെ റിവ്യൂ ഇവിടെ കിടപ്പുണ്ട്, എടുത്ത് നോക്കി, ഇൻക്ലൂഡിങ് ടർബോ. എന്തരാ വരട്ടെ.